ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 84 വർഷക്കാലം ഞങ്ങളുടെ അമ്മച്ചി ദൈവം ആയുസോടെ ആരോഗ്യപ്പെടുത്തി ഞങ്ങൾക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പല സന്ദർഭങ്ങളിലും അമ്മച്ചി മരണത്തിൻ്റെ അവസ്ഥയിലെത്തി. അപ്പോഴെല്ലാം കർത്താവ് കരുണയോടെ അമ്മച്ചി ഞങ്ങൾക്ക് ആയുസോടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അമ്മച്ചിയിൽ നിന്ന് അനേകം ദിവ്യ സ്വഭാവങ്ങൾ അടിയനും പഠിച്ചിട്ടുണ്ട്. അമ്മച്ചി എപ്പോഴും സ്കൂൾ അടയ്ക്കുമ്പോൾ അവിടെ പോയി നിൽക്കുമായിരുന്നു. അമ്മച്ചി എപ്പോഴും ഞങ്ങൾ ഉപദേശിക്കുമായിരുന്നു. ദൈവം താമസിക്കുമ്പോൾ വളരെ ദൈവഭയത്തോടാണ് അമ്മച്ചി ജീവിച്ചതും ഒക്കെയുള്ള അമ്മച്ചിയുടെ അനുഭവങ്ങൾ അടിയനും ദൈവം അമ്മച്ചി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുമാത്രമല്ല അമ്മമാരോടൊക്കെ നല്ല ഗുണങ്ങളൊക്കെ എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. അതുമാത്രമല്ല അമ്മച്ചിയുടെ ഓർമ്മയില്ലാത്ത സമയത്ത് അമ്മച്ചിയുടെ അടുത്ത് കിടന്നു. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു പാട്ട് പാട്. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ല, ഓർമ്മ വന്നില്ല. എന്നാൽ പാട്ട് പാടാൻ പറഞ്ഞു. അമ്മച്ചി കാലം കഴിയുന്ന നാളുകൾ പോയിട്ടുള്ള പാട്ട് പാടുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഒക്കെയും അമ്മച്ചിക്ക് കാണുവാൻ സാധിച്ചിരുന്നു. അമ്മച്ചിക്ക് ദൈവം സഹായിച്ചത് മാത്രമേ അമ്മച്ചി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനും അതിഥികളെ സഹിക്കുന്നതിനുമൊക്കെയും നല്ല സ്വഭാവം അമ്മച്ചി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അമ്മച്ചി കാണിച്ചത് മാതൃക പിന്തുടരുന്നുണ്ട്. സാവിധ വരെ കാണപ്പെടാൻ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു സാക്ഷിക്കുന്നു. വിജയപ്പെട്ടത് കാണാൻ കർത്താവിനെ ഇടയാക്കി. എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കർത്താവിനെ ഇടയാക്കി. ചെറുപ്പത്തിലെ പല ഉപദേശങ്ങളെല്ലാം പറഞ്ഞതിനെ നടക്കും. പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ വെളുപ്പിനെ എഴുതിട്ട് പ്രാർത്ഥിക്കാൻ എന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് തപ്പി ഉണർത്തിയിട്ടുണ്ട്. സന്ധ്യയാകുമ്പോഴേക്കുമായിട്ട് പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഞാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിലും അമ്മച്ചി എന്നെ അതിനെ ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു മാതൃക പറഞ്ഞു തന്നിച്ച് പോയി. മാതൃക പിൻപറ്റി ചെയ്യുമ്പോൾ എന്നെ ഇടയാക്കണം. എവിടെ പ്രാർത്ഥന ഉപേക്ഷിക്കും.